ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. നാളിതുവരെയായി പദ്ധതിയിലൂടെ 22 ഗഡുക്കൾ വിജയകരമായി വിതരണം ചെയ്യപ്പെടുകയും അതിലൂടെ 44,000 രൂപ കർഷകരുടെ അക്കൗണ്ടിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 23ാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഗുണഭോക്താക്കൾ. കാത്തിരിപ്പിനൊടുവിൽ 23ാം ഗഡു വിതരണ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ജൂൺ 20-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:45-നാണ് തുക വിതരണത്തിന് തുടക്കം കുറിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വിതരണത്തിനാണ് ഈ ശനിയാഴ്ച തുടക്കം കുറിക്കാൻ പോകുന്നത്. കോടിക്കണക്കിന് വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നേരിട്ട് ലഭ്യമാവുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബൃഹത് പദ്ധതി വഴി ഇത്തവണ 23ാമത്തെ ഇൻസ്റ്റാൾമെൻ്റാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഗുണഭോക്താക്കൾ ഈ സഹായം ലഭിക്കുന്നതിനായി പുതുതായി മറ്റ് നടപടികളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. കർഷകർ ഇതിനോടകം KYC പ്രക്രിയകൾ പൂർത്തീകരിച്ചിട്ടുള്ളവരാണ്. കൂടാതെ അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അതിലൂടെ ലഭിക്കുന്ന കർഷക ID എടുക്കണമെന്നും മുൻപ് അറിയിച്ചിരുന്നെങ്കിലും നിലവിൽ അത് ലഭിക്കാത്തവർക്കും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കർഷക ID ഇതുവരെ എടുക്കാത്തവർക്കും അല്ലെങ്കിൽ അപേക്ഷ നൽകി കർഷക ID വെരിഫിക്കേഷൻ പൂർത്തിയാകാത്തവർക്കും ഇപ്രാവശ്യത്തെ ധനസഹായം തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏകദേശം 27 ലക്ഷത്തോളം വരുന്ന മലയാളി കർഷക കുടുംബങ്ങളിലേക്ക് ഈ ധനസഹായം നേരിട്ടെത്തിച്ചേരും. പശ്ചിമ ബംഗാളിൽ വെച്ച് നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ വെച്ചാണ് കേന്ദ്ര സർക്കാർ തുക വിതരണം ചെയ്യുക. അതേസമയം പണം കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിനായി ഗുണഭോക്താക്കൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുക ലഭിക്കണമെങ്കിൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായും ആധാറുമായി ലിങ്ക് ചെയ്തവരായിരിക്കണം. ആധാറുമായി ബന്ധിപ്പിച്ച അക്കൗണ്ടുകളിലേക്ക് മാത്രമേ DBT വഴി കേന്ദ്ര സർക്കാർ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമായി പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. ദീർഘകാലം KYC ചെയ്യാത്തത് മൂലമോ മറ്റ് കാരണങ്ങളാലോ ബാങ്ക് അക്കൗണ്ട് മരവിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പണം അക്കൗണ്ടുകളിൽ എത്തുമെങ്കിലും കർഷകർക്ക് പിൻവലിക്കാൻ സാധിക്കാതെ വരുന്നതാണ്. അതിനാൽ തന്നെ അത്തരം ബാങ്ക് സംബന്ധമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അവ മുൻകൂട്ടി പരിഹരിക്കാൻ ശ്രദ്ധിക്കണം. 20-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരത്തോടെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യപ്പെടുമെങ്കിലും എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരേ സമയം പണം ലഭിക്കണമെന്നില്ല. വലിയൊരു വിതരണ പ്രക്രിയ ആയതിനാൽ തന്നെ ബാങ്കുകളുടെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി മണിക്കൂറുകളുടെ വ്യത്യാസമോ അല്ലെങ്കിൽ 2 ദിവസത്തെ താമസമോ ചിലർക്കുണ്ടായേക്കാം. മുൻപത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണ സമയത്ത് ഇതേ രീതിയിൽ തന്നെയായിരുന്നു നടന്നിരുന്നത്. KYC മുൻപ് വിജയകരമായി പൂർത്തിയാക്കിയവർ അത് വീണ്ടും ചെയ്യേണ്ടതില്ലെന്നും മുൻപ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ധനസഹായ വിതരണം നടക്കുക എന്നും വ്യക്തമാകുന്നുണ്ട്. എന്തായാലും 23ാമത്തെ ഗഡു വിതരണം 2,000 രൂപ ജൂൺ 20-ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.